ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ ഇന്ന് രാവിലെ ഉയർത്തുകയാണ്. അങ്ങയുടെ കരുതലുകൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാ. കയ്പിന്റെ അനുഭവത്തിൽ കൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ, വേദനയുടെ അനുഭവത്തിൽ കൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ, ആ കയ്പിനെ എല്ലാം മധുരമാക്കി തീർത്ത കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാ. അവൻ മാറിയ മധുരമാക്കുന്ന കർത്താവ് ഇന്ന് ഞങ്ങളുടെ സമീപം ഉള്ളതോർത്ത്, ഞങ്ങളുടെ അടുക്കലുള്ളതോർത്ത്, ഞങ്ങളുടെ അനുഭവമായിരിക്കുന്നതോർത്ത് ഇന്ന് പകൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അവൻ എങ്ങനെ മുമ്പോട്ട് നീങ്ങും ഈ കയ്പിന്റെ അനുഭവത്തിൽ? അവൻ ഞങ്ങൾ ക്ഷീണിച്ചു നിൽക്കുന്ന കർത്താവേ, ഞങ്ങൾ തകർന്നു നിൽക്കുന്ന കർത്താവേ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് ഞങ്ങളെ ചേർത്തണച്ച്, കുഞ്ഞെ നീ നോക്ക, ആ കയ്പുള്ള പാറയുടെ മേൽ നിന്ന് മധുരിക്കുന്ന വെള്ളം പുറപ്പെടുവിച്ചവൻ ഞാനല്ലയോ? ആ യോർദാന്റെ തീരത്ത് അവൻ ജനത്തിന് വേണ്ടി വഴി ഒരുക്കി കൊടുത്തത് ഞാനല്ലേ? അവർ അന്ന് പാടിയില്ലേ, ഈ ദൈവം എന്റെ ദൈവമാണെന്ന്? അന്നവർ സ്തോത്രം ചെയ്തില്ലേ, എന്റെ ദൈവത്തെ പോലെ വലിയവൻ ആരുള്ളെന്ന്? ഇന്ന് പകൽ അതുകൊണ്ട് കർത്താവേ, ഞങ്ങളും ഏറ്റുപാടുകയാ. ഞങ്ങളുടെ കൈപ്പേറിയ അനുഭവത്തിൽ നിന്ന്, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ നടുവിൽ നിന്ന് അപ്പുറത്തു ഞങ്ങൾക്ക് മധുരമുള്ളൊരു ദിവസമുണ്ട്. അപ്പുറത്തു ഞങ്ങൾക്ക് ബലമുള്ളൊരു ദിവസമുണ്ട്. ആമേൻ. ശത്രുവിന്റെ സകല പദ്ധതികളെയും നോക്കിക്കൊണ്ട്, ഞങ്ങൾക്ക് വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഇങ്ങനെ പറയുവാൻ കഴിയട്ടെ, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഞങ്ങൾ മേലാൽ കാണുകയില്ല. ഇന്ന് കണ്ട മിസ്രയീമിനെ ഞങ്ങൾ മേലാൽ കാണുകയില്ല. ഇന്നലെ വരെ ഞങ്ങളെ കയ്പിച്ച, ഇന്നലെ വരെ ഞങ്ങളെ വേദനിപ്പിച്ച, ഇന്നലെ വരെ ഞങ്ങളെ കഷ്ടപ്പെടുത്തിയ മേലാൽ കാണുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നാഥനെ, ഉറപ്പുണ്ട് നാഥനെ. അതോർത്തു ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ, നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ. പിതാവേ, ഞങ്ങളോട് കാട്ടിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. എണ്ണമില്ലാതുള്ള ഉപകാരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. ഓ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അപ്പാ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. അങ്ങയ്ക്കുള്ള മഹത്വം മുഴുവൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിനനുസരിച്ച് അങ്ങയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾക്ക് പോകേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം. നിങ്ങൾ നടക്കേണ്ടുന്ന പാത ഞങ്ങൾക്ക് കാട്ടിത്തരണമേ. As we go into this worship, I'm going to read this verse from Psalm 46, verse 10. He says, "Be still and know that I am God. I will be exalted among nations. I will be exalted in the earth." As we go into it, I just want you guys to think about all the chaos happening in life right now. And we really just need to learn how to be still in His presence. And it's such a hard thing to do as humans. We want to do everything our way. We want to get everything right. But sometimes we just need to learn to trust God and be still in moments of chaos. So
കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കും. അവിടുത്തെ കൃപകൾ ഞങ്ങളുടെ മേൽ പകരുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ മീതെ അവിടുത്തെ കരമുള്ളതിനാൽ കർത്താവേ, ഞങ്ങൾക്കൊന്നിനെയും ഭയപ്പെടുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അങ്ങ് ഞങ്ങളുടെ ജീവന്റെ ബലമാണ്, അങ്ങ് ഞങ്ങളുടെ രക്ഷയാണ്. ഞങ്ങൾ ആരെയും പേടിക്കും? അവിടുന്ന് ഞങ്ങളുടെ വെളിച്ചമാകിയാൽ
ഞങ്ങൾക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ലല്ലോ. അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്തല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന്. അത് അവിടുത്തെ ശബ്ദം ഞങ്ങളെ ഇന്നും പ്രതികൂലങ്ങളുടെ നടുവിൽ, പെരുവെള്ളത്തിന്റെ നടുവിൽ ഞങ്ങളെ ധൈര്യത്തോടെ നിർത്തിയിരിക്കുകയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യും. പ്രത്യേകാൽ കർത്താവേ, പ്രിയ സഹോദരി മിനിസ്റ്റർ സമർപ്പിച്ചതുപോലെ തന്റെ ഹസ്ബൻഡിനെ കർത്താവ് കൊടുത്ത വിടുതലിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവന്റെ മേൽ അവകാശം എന്റെ കർത്താവിന്റെ കരമാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ ദാസനെ ഞങ്ങൾ പിന്നെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെതായി കൂടുതൽ സ്പർശനം അനുഭവിപ്പാൻ, ദൈവത്തോട് അടുത്ത് വസിപ്പാൻ അവരെ കുടുംബമായി സഹായിക്കണം. പ്രിയ സഹോദരിയുടെ മേൽ ദൈവത്തിന്റെ കൃപ പകരണമേ. ആയിരിക്കുന്ന ഭവനത്തിനൊരു അനുഗ്രഹമാക്കി നിർത്തേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് പകൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ജോമിച്ചിക്കായി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ വിശ്രമിക്കുന്നല്ലോ, നിന്റെ ദാസിയുടെ മേൽ അവിടുത്തെ കൃപ പകരണമേ. ആരോഗ്യത്തോട് സൗഖ്യത്തോട് നിർത്തേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും പേരുവരായി തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടന്നു വരുവാൻ കഴിയാതിരിക്കുന്നവർ അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം നീട്ടി ദൈവമഹത്വം അവരിൽ കാണുവാൻ ദൈവം സഹായിക്കണമേ. അങ്ങനെ മുൻപായി നീട്ടപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം, നീട്ടപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. ധാരാളമായി നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ഒന്നിനും കുറവില്ലാത്തവരായി നിർത്തിക്കൊള്ളണമേ. നല്ല ഗാനങ്ങൾ പാടുവാൻ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. തുടർന്ന് വചനത്തിന് മുമ്പായി ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് ഉപയോഗിക്കൊള്ളണമേ. കൃപയിൽ പൊതിയണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവസന്നിധിക്കാമല്ലോ. കർത്താവിന്റെ മഹത്വം നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിപ്പാൻ നൽകിയ ഈ വിലപ്പെട്ട സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. പ്രിയ കർത്തദാസൻ പാസ്റ്റർ കെ സി ജോൺ പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുക. ആമേൻ. ഞാൻ മുമ്പ് ആമേൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കൂട്ടായ്മയിൽ. ഇവിടെ ആരെയും അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ചിന്ത. സ്തോത്രം. ഏറിയ പങ്കാൾക്കാരും അദ്ദേഹത്തെ അടുത്ത് പരിചയമുള്ള, എന്നേക്കാൾ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കുറച്ചുകൂടെ അടുത്ത്, ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊന്നും താമസിച്ചിട്ടൊന്നുമില്ല. ആമേൻ. സ്തോത്രം. അപ്പോൾ ആകെ കൂടി ഞങ്ങൾ തമ്മിലുള്ള പരിചയം എന്ന് പറഞ്ഞാൽ അവർ പണ്ടേ അറിയാമേ, ഞങ്ങളുടെ ഫാമിലിയെ കംപ്ലീറ്റ് അറിയാമേ. ആമേൻ. സ്തോത്രം. എങ്കിലും ആമേൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു മനുഷ്യനാണ് ബൈബിൾ സ്കൂളിലേക്ക് ഫിലിപ്പ് സാർ അടങ്ങുന്ന ആ ഫാക്കൽറ്റി. സ്തോത്രം. അങ്ങനെ 6 മാസം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഓഫ് തിയോളജി. ശരിയല്ലയോ? ആ, ഞാൻ മറക്കില്ല. ആമേൻ. അത് കഴിഞ്ഞ് ഇങ്ങ് പോരുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ വന്നു ആ സ്നേഹം പുലർത്താനിട വന്നു. എനിക്കിവിടെ വന്ന് ഭയങ്കര അസൂയായിരുന്നു ഈ മനുഷ്യനോട്. കാരണം ഈ ദൈവകൃപയുള്ള ദൈവദാസന്മാർ ആമേൻ ഈ രാജ്യത്ത് ഇങ്ങനെ നിൽക്കുന്നതിനോട് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇവിടെ വന്ന് പലരെയും ഞാനിങ്ങനെ വഴക്ക് പറയാറുണ്ട്. കർത്താവിൻ്റെ ദാസനെ വന്ന് കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ദൈവദാസൻ എത്രയും വേഗം അങ്ങ് നാട്ടിൽ പോണേന്ന്. ഉള്ള കാര്യം ഞാൻ പറയാം. കാരണം നാട്ടിൽ നല്ല നിലയിൽ ഓടി നടന്ന് അധ്വാനിച്ച മനുഷ്യൻ, കർത്താവിൻ്റെ വേലയിലായിരുന്ന മനുഷ്യൻ, എത്രയും വേഗം ഈ കർത്താവ് ഈ അഭിഷക്തനെ അങ്ങ് നാട്ടിലേക്ക് വിടണേ എന്ന് ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. വേറൊന്നുമല്ല, പ്രാഗീതല്ല, മനസ്സ് തുറന്നങ്ങ് പ്രാർത്ഥിച്ചു. കർത്താവ് പോകുമെന്ന് കേട്ട് ഒരു ശ്രുതി എനിക്ക് കുറച്ച് നാൾ മുമ്പ് എന്നോട് വർത്തമാനത്തിൽ കൂടെ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കൊന്ന് വിളിക്കുന്നത് പകർന്നു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അധികം കാലം ഇവിടെ നിൽക്കത്തില്ലെന്ന്. അന്ന് മുതൽ എൻ്റെ മനസ്സിന് സന്തോഷമായി. കാരണം മിനിസ്ട്രിയുള്ള ആരും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അധികം നാട്ടിൽ ഓടിയില്ല. അത്രയും നാട്ടിൽ ഓടിയവർക്കറിയാം, ഒരു ദിവസം പോലും സ്വസ്ഥമായി നാട്ടിലിരിക്കാൻ പറ്റത്തില്ല. അതൊരു പ്രത്യേക സുഖമാണ്. പൈസ കിട്ടുന്നതിലല്ല. സ്തോത്രം. അവിടെ അവൻ ഒരു മീറ്റിംഗ് കഴിഞ്ഞു, അവൻ അടുത്തൊരിടത്ത് മരണമായിരിക്കും, അല്ലെങ്കിൽ അടുത്തൊരിടത്ത് വിവാഹമായിരിക്കും, അല്ല അടുത്തൊരിടത്ത് വീട് മാറ്റമായിരിക്കും, അല്ല അടുത്തൊരിടത്ത് ഒരാൾ സുഖമില്ലാതായിരിക്കും. ഇങ്ങനെ ഒരു സമയം പോലും വേസ്റ്റായിട്ട് കളയാനില്ലാതെ ഓടാൻ പറ്റും. അവൻ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ദാസന് ഇവിടെ ഈ രാജ്യത്തുണ്ടായിരുന്നു. അത് അവരുടെ ജീവിതത്തിലെ ഭൗതിക നന്മകൾക്കും ആത്മീക നന്മകൾക്കും മുഖാന്തരമായി ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവത്താൽ നിയോഗിതമായി നാട്ടിലേക്ക് പോകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹൈ റേഞ്ചിലുള്ള ബൈബിൾ സ്കൂളിൻ്റെ ചുമതല ചില നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചുമതലപ്പെടുത്തി. അത് വളരെ ശിരസാ വഹിച്ചു. ആമേൻ. അങ്ങനെ
ഇരുവരും ചേർന്ന് ആമൻ നാട്ടിലേക്ക് പോയി കർത്താവിൻ്റെ വേല വ്യാപൃതരാകാൻ ആഗ്രഹിക്കുകയാ. സ്തോത്രം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ പ്രത്യേക സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വന്ന് ഞങ്ങൾക്ക് അവരുടെ കുടുംബമായി, ഞങ്ങൾക്ക് കുടുംബങ്ങളായി സന്തോഷിപ്പാൻ കിട്ടിയ ഒരുപാട് സമയങ്ങളുണ്ട്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം പ്രിയ കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ നമ്മോട് പങ്കിടും. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട ആശാരി വിദേശി ഒരിക്കൽ എന്നോടൊരു സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ സ്പർജൻ, മൂത്ത മകൻ സ്പർജൻ ബഥേൽ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മകനെ വിസിറ്റ് ചെയ്യാനായിട്ട് താൻ സ്കൂളിൽ വന്നു. ഞാൻ അന്ന് അവിടുത്തെ ഒരു അധ്യാപകനാണ്. എൻ്റെ വീട് ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് വീട്ടിലോട്ട് കയറി വന്നാൽ ഒരു മേശയുണ്ട്, വലിയ മേശയുണ്ട്. അതിന് മുണ്ടയ്ക്ക് കയറി പുള്ളി ഇരിക്കും. എന്നിട്ട് പുള്ളി എന്നോടൊരു കാര്യം പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരിക്കൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥന? ഇവനെ പ്രീഡി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പാ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജോലിക്കായിട്ട് പോവുകയാണ്, അതുകൊണ്ട് പപ്പ എന്നെ വന്ന് പ്രാർത്ഥിച്ചു വിടണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ പ്രാർത്ഥിച്ച് വിടാം എന്ന് പറഞ്ഞു. പോകേണ്ട ദിവസമായപ്പോൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ എല്ലാവരും കൂടെ പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ പോകുന്നിടത്ത് മുടിഞ്ഞു പോകണം, പോയിട്ട് ഇവൻ സകല മുടിവും പറ്റി ഇവൻ തിരിച്ചു വന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ പറ്റി. പഞ്ചാബിൽ പോയി 2 മാസം കഴിഞ്ഞപ്പോൾ പനി പിടിച്ചു, ന്യൂമോണിയയായി. വീട്ടിലോട്ട് വിളിച്ചു. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ദൈവം തന്നല്ലോ, സ്തോത്രം, നീ തിരിച്ചു പോരെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും പുള്ളി തിരിച്ചു വന്നു. ബൈബിൾ സ്കൂളിൽ പഠിച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ വേലക്കാരനാണ്. പാസ്റ്റർ ബിനു ജോൺ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ മുടിഞ്ഞു പോകണമേ എന്നല്ല പ്രാർത്ഥിച്ചത്, എങ്ങനെങ്കിലും ഈ പുള്ളിയെ അപ്പുറത്ത് കൊണ്ടുപോകണേന്ന്. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു ജോൺ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഈ നാട്ടിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ ദാസന്മാർക്കറിയാം അതിൻ്റേതായിരിക്കുന്നൊരു സന്തോഷം. നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നെ അധികം പേർക്കും അറിയാം. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോച്ചൻ ഈ പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ അന്ന് ഞങ്ങളിവിടെ വന്ന സമയമാണ് 89. അന്ന് മുതൽ ഉള്ള സ്നേഹബന്ധവും പരിചയവും ആത്മീയ കൂട്ടായ്മയാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ പല കാരണങ്ങളാൽ പല സ്ഥലങ്ങളിലേക്ക് മാറി കർത്താവിനെ ആരാധിക്കുവാനായിട്ട് തുടങ്ങിയെങ്കിലും ദൈവത്തിൻ്റെ കൃപ ഇതുവരെയും എല്ലാവരെയും ചുറ്റിപ്പരിപാലിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം. മറ്റെല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കും. നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവം എത്ര നല്ല ദൈവമാണ്. കർത്താവിന് സ്തോത്രം. എനിക്ക് ഇച്ചിരി ശബ്ദം കൂടെ തരാമോ? കാരണം എൻ്റെ ഒച്ചയ്ക്കൊരല്പം അസ്വസ്ഥതയുള്ളതുകൊണ്ട് ഐ നീഡ് ലിറ്റിൽ മോർ വോയിസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇതുവരെയും നമ്മെ അതിശയകരമായി നടത്തി. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു ജോണിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ രാജ്യത്തേക്ക് കടന്നു വന്നു. ദീർഘമായ വിശാലമായ ശുശ്രൂഷയുടെ നടുവിലാണ് താൻ ആയിരുന്നതെന്ന് ഇവിടെ വന്നു. ശുശ്രൂഷയ്ക്ക് അവസരങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടായിരുന്നെങ്കിലും ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇതിലൊന്നും തൃപ്തിപ്പെട്ട് പോകരുത്. കാരണം ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കർത്താവിന് സ്തോത്രം. കഴിയുന്നിടത്തോളം കർത്താവിൻ്റെ വേല ഏത് വിധയിലെങ്കിലും ചെയ്ത് അവസാനിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്.
കർത്താവിന് സ്തോത്രം. അമേരിക്കയിലെ സൗകര്യങ്ങൾ ഒക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ സ്തോത്രം, ഇന്ന് വലിയ കാലം ഓർക്കേണ്ടത്, നമ്മെ വിളിച്ച ഒരു വിളിയുണ്ട്, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ആ വിളിക്കനുസരിച്ച് നാം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് നാം അർഹരായിത്തീരുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. അതെ, താലന്ത് ലഭിച്ചത് എല്ലാവർക്കും ഒരുപോലെയാണ്, അല്ലെങ്കിൽ അളവിൽ വ്യത്യാസമുണ്ടെങ്കിലും അതിൻ്റെ വ്യാപാരത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. സ്തോത്രം. അതിൽ ഒരു താലന്ത് ലഭിച്ചവനും അത് സന്തോഷത്തോടെ അത് സ്വീകരിച്ചെങ്കിലും അത് കുഴിച്ചിട്ടു. യജമാനനെക്കുറിച്ചൊരു നല്ല ഒരു 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 തീരുമാനവും താൻ എടുത്തു, അല്ലേ? മറ്റ് രണ്ടുപേരും എടുത്ത തീരുമാനമല്ല, അല്ലെ ഒരു അറിവല്ല, അല്ലെ ഒരു ഇവാലുവേഷൻ. അതാണ് യജമാനെക്കുറിച്ചുള്ള ഇവാലുവേഷൻ വ്യത്യാസമായിപ്പോയി. സ്തോത്രം. മറ്റ് രണ്ടുപേരും എടുത്ത ഇവാലുവേഷൻ, ഞാൻ ഇത് വ്യാപാരം ചെയ്താൽ ഇതിൽ നിന്ന് കിട്ടുന്ന നന്മ എൻ്റെ യജമാനന് ഉപകാരപ്പെട്ടാൽ, സ്തോത്രം, എനിക്കതിലും ഒരു നന്മയുണ്ടാകും. എന്നാൽ മൂന്നാമത്തവൻ എടുത്ത ഇവാലുവേഷൻ, അല്ലെങ്കിൽ അത് യജമാനെക്കുറിച്ചുള്ള തൻ്റെ ചിന്ത, സ്തോത്രം, യജമാനനെ അവൻ ഉറക്കെ അങ്ങ് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവൻ, ശേഖരിക്കുന്നവനാണ്. നീ വിതറാത്തിടത്ത് നിന്ന് നീ ശേഖരിക്കുന്നവനാണ് എന്ന നീ കഠിന മനുഷ്യനാണ്. അത് ഞാൻ അറിഞ്ഞു. ഇവനോട് ഇതാരാ പറഞ്ഞേ? ആരെങ്കിലും പറഞ്ഞോ? അദ്ദേഹം തന്നെ എടുത്തൊരു തീരുമാനമാണ്. കൊണ്ടുപോയി കുഴിച്ചിട്ടു. യജമാനൻ വന്നു. കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് അവനും അറിയാമായിരുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളെല്ലാവരും സുവിശേഷ വേലയ്ക്കായി ഇന്ത്യയിലോ ആഫ്രിക്കയിലോ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ദൈവം നിങ്ങളെയും എന്നെയും ഏൽപ്പിച്ച ഇടത്ത് വിശ്വസ്തരായിരിക്കുമെങ്കിൽ ഗ്രഹവിചാരകന്മാരാക്കി നമ്മെ ആക്കിയിരിക്കുകയാണ്. നമ്മളെ ഏൽപ്പിച്ചത് എന്തോ, അത് ചെറുതോ വലുതോ ആകാം, അത് കീപ്പ് ചെയ്യുക, അത് വർദ്ധിപ്പിച്ച് അനേകർക്ക് യജമാനനെ പ്രയോജനമുള്ളതാക്കി തീർക്കുമ്പോഴാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ എന്നുള്ള വിളിക്ക് നാം എല്ലാവരും അർഹരായി തീരുന്നത്. കർത്താവിൻ്റെ ദാസൻ വിശേഷാൽ ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ താൻ ഈ അടുത്ത സമയത്ത് ഏറ്റെടുക്കുവാനിടയായി. നമ്മുടെ ഈ റീജിയൻ്റെ ഒക്ലഹോമ, ഹ്യൂസ്റ്റൺ, ഡാളസ്, സാൻ ആൻ്റോണിയോ തുടങ്ങിയതായിരിക്കുന്ന അരിസോണ വരെയുള്ള നമ്മുടെ ഈ റീജിയൻ്റെ വൈസ് പ്രസിഡൻ്റായിവിടെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ്. ആ ഉത്തരവാദിത്വം തനിക്കുണ്ട്. ദൈവം തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിപ്പാനുള്ള ദൈവകൃപ ദൈവം തൻ്റെ മേൽ പകരേണ്ടതിനായി ഞാൻ ഇന്ന് പകൽക്കാലം അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിച്ച് ദൈവസനിൽ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം. ഞങ്ങളിന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദീർഘവർഷങ്ങൾ ഈ രാജ്യത്ത് ഞങ്ങളെ പാർത്തു. കർത്താവിൻ്റെ ശുശ്രൂഷയിലൊക്കെ ഞങ്ങൾ ആയിരുന്നു. മെസ്കീറ്റിലൊരു സഭ ആരംഭിച്ച് ഏതാണ്ട് 26 വർഷം ഞാൻ ആ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. അത് കഴിഞ്ഞ് സഭയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. വസ്തുവും കെട്ടിടങ്ങളും സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചു. എന്നാൽ ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ വലിയ ഒരു ആവേശമുണ്ടായി. കർത്താവിൻ്റെ വേല ഇനിയും തുടർന്ന് ദൈവമെന്നെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ കുറച്ചുകൂടെ വിശാലതയിലേക്ക് പോകണമെന്നുള്ള ഒരു ചിന്തയുണ്ടായി. കർത്താവിന് സ്തോത്രം. സഭ അതിനുവേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചു. ഒരു ദൈവദാസൻ ഇപ്പോൾ ആ സഭയുടെ ശുശ്രൂഷകനായിട്ട് ആയിരിക്കുന്നു. ഞാനതിൻ്റെ ചുമതല വിട്ടിട്ട് ഇപ്പോൾ നാട്ടിലേക്ക് കടന്നു പോകുവാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെട്ടതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഥേൽ ബൈബിൾ കോളേജ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കേരളത്തിലെ ഔദ്യോഗിക ബൈബിൾ കോളേജാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിന് സ്തോത്രം. ഞങ്ങളെല്ലാവരും അവിടെ, ഞാനും കർത്താവിൻ്റെ ദാസൻ, ഞങ്ങളെ എല്ലാവരും അവിടെ പഠിച്ചവരാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവദാസന്മാരെ ആ സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ ഏതാണ്ട് 98 വർഷങ്ങൾ ആ സ്ഥാപനം കേരളത്തിൽ നിലനിൽക്കുകയാണ്. 1927 ആ സ്ഥാപനം ആരംഭിച്ചത്. ഒരു വർഷം കൂടെ കഴിയുമ്പോൾ അതിൻ്റെ 100 വർഷം തികയുകയാണ്. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ
98 വർഷം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബേബി വർഗീസിൻ്റെ മകൾ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം അവിടെ പഠിച്ചതാണ്. കർത്താവിന് സ്തോത്രം. അങ്ങനെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ എന്ന് മാത്രമല്ല, IPCയിലെ മറ്റെല്ലാ സമൂഹങ്ങളിലെയും വളരെ സീനിയറായിരിക്കുന്ന ദൈവദാസന്മാർ വരെ അവിടെ പഠിച്ചിറങ്ങി കർത്താവിൻ്റെ വേല ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. കർത്താവിന് സ്തോത്രം. ആ സ്ഥാപനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ അതിനോട് ചേർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ ഹൈ റേഞ്ചിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമായി ഹൈ റേഞ്ച് ട്രിനിറ്റി ബൈബിൾ കോളേജ് എന്ന പേരിലൊരു സ്ഥാപനം കൂടെ നമുക്ക് ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. ആ സ്ഥാപനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ചുമതല കേരളത്തിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നെ ഏൽപ്പിച്ചു. അതിൻ്റെ ചുമതല ഏറ്റുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. കഴിഞ്ഞ ഫെബ്രുവരി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മടങ്ങി ഇവിടേക്ക് വന്നത്. ഇപ്പോൾ വീണ്ടും 13-ാം തീയതി ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്. ഇനിയും ദൈവം അനുവദിച്ചാൽ ഒരുപക്ഷെ അടുത്ത വർഷം പ്രാരംഭത്തിൽ, അടുത്ത ഫെബ്രുവരിയിലൊക്കെ ഞങ്ങൾ മടങ്ങി വരുവാനായിട്ട് ചിന്തിക്കുന്നുള്ളൂ. വന്നാലും അധിക ദിവസങ്ങൾ നിൽക്കുകയില്ല, പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോവുകയും അങ്ങനെ ഒരു ക്രമീകരണമാണ് ഞങ്ങളുടെ ചിന്തയിലും പ്രാർത്ഥനയിലുമുള്ളത്. കർത്താവിന് സ്തോത്രം. വളരെ ശാരീരികമായിട്ടൊക്കെ അല്പ അസ്വസ്ഥതകളൊക്കെ ഞങ്ങൾക്കുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം, എനിക്കുണ്ടെന്നുള്ളതറിയാം. എങ്കിലും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി നിർത്തേണ്ടതിനായി, ശുശ്രൂഷയിൽ കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായി ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവിന് സ്തോത്രം. ആ സ്കൂളിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ഇനിഷ്യൽ സ്റ്റേജാണ്, എൻ്റെ പ്രാരംഭ ദശയാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇനിയും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു നല്ല കെട്ടിടം നമുക്ക് ഹ്യൂസ്റ്റണിലുള്ള ദൈവത്തിൻ്റെ ദാസൻ ബ്രദർ PS ഫിലിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രത്യേകം ഈ വിഷയത്തിൽ ഞാൻ ചോദിക്കുകയാണ്. കർത്താവ് നിങ്ങളെ, ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുന്ന പ്രേരണയനുസരിച്ച് ചെയ്താട്ടെ. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം സന്തോഷമുള്ളവരെല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിൻ നാമം മാധുരിമനാമം, ഇല്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മാധുരിമനാമം, ഇണയില്ല നാമം ഇമ്പനാമോ. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം. പരിശുദ്ധൻ പരിശുദ്ധ നാമോ. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമോ. യേശുവിൻ നാമം മാധുരിമനാമം, ഇണയില്ല നാമം ഇമ്പനാമം. നാമം മാധുരിമനാമം, ഇമ്പനാമം. എബ്രായ ലേഖനം 11-ാം അധ്യായം 16-ും 17-ും വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Therefore, God is not ashamed to be called their God, for he has prepared a city for them. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. കർത്താവിന് സ്തോത്രം. ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കുന്നതിൽ അഭിമാനിക്കുന്നു. സ്തോത്രം. ലജ്ജയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എതിർവശമുണ്ട്. ദൈവം പറയുകയാണ്, ഐ ആം പ്രൗഡ് ഓഫ് ദോസ് പീപ്പിൾ. എനിക്കവരെക്കുറിച്ചൊരു അഭിമാനമുണ്ട്, എനിക്കവരെക്കുറിച്ചൊരു സന്തോഷമുണ്ട്. സ്തോത്രം.
God is proud of calling himself as their God. അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് അഭിമാനമുണ്ട്. ചിലർ പറയാറുണ്ട്, എനിക്ക് ആ ആളിൻ്റെ സ്നേഹിതനെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമുക്കറിയാം, ചിലരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ ആളെൻ്റെ സ്നേഹിതനാണ് അല്ലേ. ചിലരുടെ പേര് പറയുമ്പോൾ ആളിനെ എനിക്കറിയാം അല്ലേ. അത്ര ഒരു സന്തോഷം ഇല്ല. സ്തോത്രം. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ, അവരുടെ കാര്യം പറയുമ്പോൾ എനിക്ക് അവരെക്കുറിച്ചൊരു സന്തോഷം, ഒരു അഭിമാനമുണ്ട്. ഞാൻ അവരുടെ ദൈവമാണ്. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് പകൽ ഒരു കാര്യം നാം ഓർക്കണം. ലോകത്തിൽ ആരെല്ലാം നമ്മളെക്കുറിച്ച് എന്തു പറഞ്ഞാലും അതൊന്നും ഒരു കാര്യമല്ല. എന്നാൽ ദൈവം എന്നെക്കുറിച്ച് എന്തു പറയുന്നു, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യം. കർത്താവിന് സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, എബ്രായ ലേഖനം ദിസ് ഈസ് ദ കാൻറ്റർബറി ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് സെയിൻസ് എന്നാണ് ഈ അധ്യായത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. കാൻറ്റർബറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ എന്താണെന്ന്? ഇംഗ്ലണ്ടിലെ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രദേശമാണ്, ഒരു പട്ടണമാണ് കാൻറ്റർബറി. അവിടെയാണ് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് താമസിക്കുന്നത്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പ്രധാനപ്പെട്ട ബിഷപ്പായ അല്ലെങ്കിൽ നേതൃത്വം ഉള്ളതായിരിക്കുന്ന ബിഷപ്പൊക്കെ താമസിക്കുന്നത് കാൻറ്റർബറിയിലാണ്. ഇംഗ്ലണ്ടിലെ രാജാവിനെയൊക്കെ വാഴിക്കുമ്പോൾ, അവരുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇദ്ദേഹമാണ് വന്നവരെ വാഴിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത്. അത്ര ഉന്നതനായൊരു മനുഷ്യനാണ് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്. എന്നാൽ അതിലുപരിയായി മറ്റൊരു പ്രത്യേകത, ഈ സ്ഥലത്താണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ അടക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുരാതനമായി അവരുടെ രാജാക്കന്മാർ, രാജ്ഞിമാർ, രാജകുമാരന്മാർ, അതുപോലെ തന്നെ സൈന്യാധിപന്മാർ, പ്രഭുക്കന്മാർ, ഇങ്ങനെ രാജ്യത്തിൻ്റെ വേണ്ടി നിലനിന്നിട്ടുള്ള ശ്രേഷ്ഠന്മാരായ ആളുകളെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് കാൻറ്റർബറി. സ്തോത്രം. ഈ അധ്യായത്തിൻ്റെ പേര് കാൻറ്റർബറി ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് സെയിൻസ്. പഴയ നിയമ വിശുദ്ധന്മാർ അടക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക അധ്യായമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. ഹാനോക്ക് തുടങ്ങി വിശുദ്ധന്മാരുടെ നിര ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ കാൻറ്റർബറി എന്ന പട്ടണത്തിൽ ബ്രിട്ടീഷുകാരായിരിക്കുന്ന ഉന്നതന്മാർ, ലണ്ടനിലെ ഉന്നതന്മാർ, ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ രാജാത്തിൻ്റെ അംഗങ്ങൾ അടക്കപ്പെട്ട് ഇന്നും മൗനരായി കല്ലറയിൽ ഒതുക്കപ്പെട്ടിരിക്കുമ്പോൾ, സ്തോത്രം, ഈ അധ്യായത്തിൽ പറയുന്ന വിശുദ്ധന്മാർ കല്ലറയിൽ ഒടുക്കപ്പെട്ടവരല്ല. പൗലോസ് പറയുന്നത്, കാൺമീൻ, സ്തോത്രം, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണം, ഉന്നതന്മാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ശ്രേഷ്ഠന്മാർ, രാജാക്കന്മാർ, ഭരണാധികാരികൾ മരിച്ച് അടക്കപ്പെട്ട് തീർന്നു പോയപ്പോൾ ഇന്ന് രാവിലെയും ദൈവത്തെ സേവിച്ച ഭക്തന്മാർ അവർ ജീവനോടെ ശേഷിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവിന് സ്തോത്രം. എബ്രായർ 11:23. മതി. ഇവിടെ ഭക്തന്മാരുടെ ലിസ്റ്റ് പൗലോസ് നിരത്തുകയാണ്, അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് നിരത്തുകയാണ്. അനേക ഭക്തന്മാരുടെ, ഞാൻ പറഞ്ഞു, ഹാനോക്ക് അല്ലെങ്കിൽ ആദാം തുടങ്ങിയുള്ള വിശുദ്ധന്മാരുടെ ആ ലിസ്റ്റ് നിരത്തിയതിന് ശേഷം അവരെക്കുറിച്ച് 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 6-ാം വാക്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാണ്. 3-ാം വാക്യം.
നാം വിശ്വാസത്താൽ അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഈ ലോകം നിർമ്മിച്ചതിൻ്റെ പിന്നിലൊരു ഒരു രഹസ്യമുണ്ട്. ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ ലോകവും ഇതിലുള്ളതായിരിക്കുന്ന സകല ചരാചരങ്ങളും സർവവും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ കരമാണെന്ന് ഇന്ന് പകൽക്കാലം നാം വിശ്വസിക്കുന്നവരാണ്. ആമേൻ. ലോകത്തിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഒക്കെ വളരെ വേഗത്തിൽ വളർന്നു വരുന്നെങ്കിലും ഇന്നും നിഷേധിക്കപ്പെടാൻ കഴിയാത്ത ഒരു കാര്യം, എൻ്റെ നിലനിൽപ്പിൻ്റെ രഹസ്യം ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടിയുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കാലം ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ വചനത്താലും അവൻ്റെ കരത്തിൻ്റെ ശക്തിയാലുമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ നിലനിർത്തുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ അസ്തിത്വത്തിൻ്റെ രഹസ്യം. ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. നമുക്കറിയാം, ശമരിയക്കാരിയോട് കർത്താവ് വെള്ളം ചോദിക്കും. നട്ടുച്ച നേരത്തെ ശിഷ്യന്മാർ ഭക്ഷണം കൊള്ളുവാനായിട്ട് പോയി. ആ സമയത്താണ് കർത്താവ് കിണറ്റിൽ അരികെ നിൽക്കുമ്പോൾ ആ സ്ത്രീ അവിടെ വന്നു. അവളോട് കർത്താവ് വെള്ളം ചോദിക്കുന്നു. കർത്താവ് വെള്ളം ചോദിച്ചപ്പോൾ അവൾ തിരിച്ചു ചോദിച്ച ചോദ്യം, യഹൂദനായ നീ എന്നോട് ശമരിയക്കാരി എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്ത്? എന്നിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് അവളും ഒരു ഇവാലുവേഷൻ നടത്തി. യഹൂദനാണ്. അപ്പം അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥതയെക്കുറിച്ച് നല്ല അറിവുള്ളവളാണ് ആരെ? ശമരിയക്കാരി. യഹൂദന്മാരും ശമര്യരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അതൊരു സാമൂഹ്യ വ്യവസ്ഥതയാണ്. യഹൂദന്മാർ ആ ഭാഗത്തൂടെ യാത്ര ചെയ്യാറില്ല, അവരുടെ ഇടയിലൂടെ പോകാറില്ല. യഹൂദന്മാർ ഇപ്പം യഹൂദിയ എന്ന് പറയുന്നത് തെക്കേ ദേശമാണ്. വടക്ക് കിടക്കുന്നതായിരിക്കുന്ന ഗലീലയിലേക്ക് പോകണമെങ്കിൽ നടുക്ക് കിടക്കുന്ന ശമരിയിലൂടെ അവർ നേരെ പോകുകയില്ല. കാരണം നടുക്ക ശമരിയ. ഇവരൊരു സങ്കരവർഗക്കാരാണ്. പണ്ട് അസീര്യൻ രാജാവ് ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ ആളുകൾക്ക് പകരം അസീര്യയിൽ നിന്ന് കുറേ ജാതികളെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ച് ആ ജാതികളും ഇവിടെയുള്ള യഹൂദന്മാരും തമ്മിലൊരു സങ്കലനം നടത്തി ഒരു പുതിയ സംവിധാനം, ഒരു പുതിയ തലമുറ ഉളവായി വന്നവരാണ് ശമര്യർ. നമുക്കറിയാം. അപ്പോൾ ഇവരെ പാപികളെന്നോ അവരെ അടുത്തുകൂടാത്തവരെന്നോ ഒക്കെ ഉള്ളതായിരിക്കുന്ന ചിന്തയിലാണ് ശമര്യരെ യഹൂദന്മാർ കാണുന്നത്. അതുകൊണ്ട് യഹൂദയിൽ നിന്ന് ഒരുവന് ഗലീലയിൽ പോകണമെങ്കിൽ ശമര്യയിലൂടെ പോകാതെ ഇവർ നേരെ കിഴക്കോട്ട് തിരിയും. യോർദാൻ കടന്ന് പെറിയ വഴി കടന്ന് ഇങ്ങനെ പോവുള്ളൂ. ഇങ്ങനെ പിടിക്കുന്നതിന് വരെ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പോകും. അത്ര ഇച്ചിരി നടന്നാലും വേണ്ടിയില്ല ഇവരുടെ കൂട്ടായ്മ വേണ്ട. നമ്മുടെ വിശ്വാസികളുടെ പലരുടെയും ചിന്തയ എന്താ? ഇച്ചിരി കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, പുള്ളിയോട് ഞാൻ വേണ്ടുകയില്ല. നമ്മുടെ ഈ പല കാര്യങ്ങൾക്കും നമ്മുടെ പല ദോഷ വഴികൾക്കും എന്തു ചെയ്യും? നമ്മൾ കഷ്ടം സഹിച്ചാലും വേണ്ടുകയില്ല, ബുദ്ധിമുട്ടിയാലും വേണ്ടുകയില്ല. അയാളെ അല്ലെ അവരെ എന്തു ചെയ്യണം? എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടിക്കണം, അല്ലെ അവരുമായിട്ട് എനിക്ക് കൂട്ടായ്മ വേണ്ട. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലത്താണ് യേശു ഇതാ അവിടേക്ക് വന്നു. കർത്താവ് അവളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പറയുകയാണ്, സാമൂഹിക വ്യവസ്ഥിതി വ്യത്യസ്തമാണ്, മാത്രമല്ല ആരാധന വ്യത്യസ്തമാണ്. നിങ്ങൾ അവിടെ യെരൂശലേമിൽ ആരാധിക്കുന്നു, ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്നു. നമ്മുടെ തമ്മിൽ ആരാധനയും വ്യത്യാസമാണ്, രാഷ്ട്രീയ സ്ഥിതി വ്യത്യാസമാണ്. ഹെരോദാവാണ് നമ്മെ ഭരിക്കുന്നത്. 3 രാജാക്കന്മാർ നെടുതുന്ന് ഭരിക്കുകയാണിപ്പോൾ. അപ്പം ഇങ്ങനെ രാഷ്ട്രീയ സ്ഥിതി വ്യത്യാസമാണ്. ഈ നിലയിലെല്ലാം വ്യത്യാസമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും അടുക്കുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീ എന്നോട് എങ്ങനെ വെള്ളം ചോദിക്കും? നിനക്ക് എങ്ങനെ ഞാൻ വെള്ളം തരും? രാഷ്ട്രീയ സ്ഥിതി വ്യത്യാസമായിരിക്കുമ്പോൾ, സാമൂഹ്യ വ്യവസ്ഥതകളിൽ വ്യത്യാസമായിരിക്കുമ്പോൾ,
പലതും അവൾക്ക് പറയാനുള്ളപ്പോൾ ഇവൾ നന്നായിട്ട് സംസാരിക്കുന്നവളാണ് അല്ലേ? യേശുവിനെ ഒന്ന് വർത്താനം പറയാൻ അനുവദിക്കാതെ ഇവൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാധനയെക്കുറിച്ചുമൊക്കെ. ഇത്രയും സംസാരിക്കുമ്പോഴും കർത്താവ് ശാന്തമായി കേട്ടിട്ട് കർത്താവളോട് പറഞ്ഞൊരു മറുപടി, സ്ത്രീയെ, നീ ആരെന്നും നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നു. നീ ദൈവത്തിൻ്റെ ദാനമെന്നും. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീയെ, നീ ദൈവത്തിൻ്റെ ദാനമെന്നും നിന്നോട് ചോദിക്കുന്നവരാരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു. നിനക്കെന്തെല്ലാം അറിവുണ്ടെങ്കിലും, നിനക്കെന്തെല്ലാം അത് അറിയാമെങ്കിലും, എന്തെല്ലാം സാംസ്കാരിക സാമൂഹ്യ വ്യവസ്ഥകളെക്കുറിച്ച് നീ ബോധവതിയാണെങ്കിലും, ഇന്ന് രാവിലെ നീ ഒരു കാര്യം അറിഞ്ഞുകൊള്ളണം. നീ ദൈവത്തിൻ്റെ ദാനമാണ്. നിൻ്റെ ആസ്തിത്വത്തിൻ്റെ രഹസ്യം ദൈവത്തിൻ്റെ ദാനമായി ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ പേരുള്ളത് കൊണ്ടാണ് നാം ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനിടയായി തീർന്നത്. കഴിഞ്ഞ രാത്രി കിടക്കയിലേക്ക് പോയവർ എഴുന്നേൽക്കുവാൻ കഴിയാതെ ജീവിതത്തിൽ അവിടെ അവസാനിച്ചപ്പോൾ ഇന്ന് പകൽക്കാലവും ഇവിടെ വന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയതിന് കാരണം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളത് കൊണ്ടാണ്. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാമോ? എന്നോടുള്ള ദൈവത്തിൻ്റെ കൃപയ്ക്കായി, എന്നോടുള്ള ദൈവത്തിൻ്റെ ദാനത്തിനായി, എന്നോടുള്ള ദൈവത്തിൻ്റെ കരുണയ്ക്കായി, എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലിനായി ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുവെന്ന് ഇന്ന് രാവിലെ എത്ര പേര് ദൈവസ്ഥലിൽ സ്തോത്രം ചെയ്ത് പറയുവാൻ ഇടയായി തീരും. സ്തോത്രം. നാം ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ വചനമാണ് ഇതിൻ്റെ എല്ലാം ആധാരവും, അത് ദൈവത്തിൻ്റെ വചനമാണ് ഇതിൻ്റെ എല്ലാം ആവിർഭാവവും എന്ന് നാം വിശ്വസിക്കുന്നു. എല്ലാത്തെയും ഡിറക്റ്റ് ചെയ്തൊരു ഡയറക്ടർ നമുക്കുണ്ട്. ജീവിതത്തെ സംവിധാനം ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മൾ എത്രമാത്രം ജീവിതത്തെ സംവിധാനം ചെയ്താലും, എത്രമാത്രം മണി മാനേജ്മെൻറ്റ് നടത്തിയാലും, എത്രമാത്രം മക്കളുടെ കാര്യങ്ങളിൽ പ്ലാൻ തയ്യാറാക്കിയാലും, ഇന്ന് രാവിലെ ഓർക്കണം, നമ്മുടെ അത് സകലത്തെയും സംവിധാനം ചെയ്യുന്ന നല്ല ഡയറക്ടർ നമ്മുടെ കർത്താവാണ്. സ്തോത്രം. നമ്മൾ പലപ്പോഴും പലതും പ്ലാൻ ചെയ്യാറുണ്ടല്ലേ? മക്കളെക്കുറിച്ച് പ്ലാൻ ചെയ്യാറുണ്ട്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ റിട്ടയർ ലൈഫിനെക്കുറിച്ച്, നമ്മുടെ മക്കളുടേതായിരിക്കുന്ന വിവാഹത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച്, വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. രാത്രിയിൽ കിടക്കുമ്പോഴും ഉറങ്ങുന്നിടം വരെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടക്കും. അതിങ്ങനെ പോയാൽ, അതിങ്ങനെ ആയാൽ, ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ പ്ലാനുകളൊക്കെ പരാജയപ്പെടുന്ന ഒരു സമയമുണ്ട്. എന്നാൽ പ്ലാനുകളൊക്കെ ഈ പരാജയപ്പെടുമ്പോഴും നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് ഇന്ന് രാവിലെ കാലം ഞാനും നിങ്ങളും അറിഞ്ഞുകൊള്ളണം. സ്തോത്രം. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്. യിരെമ്യാവിനെ ദൈവം വിളിച്ചു. യിരെമ്യാവിനോട് പറഞ്ഞു, നീ പോയി പ്രവചിക്കാം. യിരെമ്യാവ് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാനൊരു ബാലകനാണ്, എനിക്ക് പ്രസംഗിക്കാനും പറയാനും ഒന്നുമുള്ള കഴിവില്ല. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ നമ്മൾ ആ ഭാഗം കാണുന്നുണ്ട് അല്ലേ? സമയമില്ലാത്തതുകൊണ്ട് വായിക്കണ്ട, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാനൊരു ബാലകനാണ്, എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. ഇവിടെ ബാലകൻ എന്ന് പറയുമ്പോൾ യിരെമ്യാ ഒരു കൊച്ചു കുഞ്ഞായിട്ട് പാളെ കിടക്കുന്ന ചിന്തയിലല്ല ഇത് ഓർക്കേണ്ടത്. ഇസ്രായേലിൻ്റെ വ്യവസ്ഥിതി അനുസരിച്ച്, പ്രമാണം അനുസരിച്ച്, നിയമം അനുസരിച്ച് 30 വയസ്സാണ് ദ ടൈം ഓഫ് പെർഫെക്ഷൻ. അപ്പം 30 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നുള്ള അർത്ഥത്തിലാണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കർത്താവ് തന്നെ 30-ാമത്തെ വയസ്സിലാണ് എന്ത് ചെയ്തത്? ശുശ്രൂഷ. ടൈം ഓഫ് അക്സെപ്റ്റൻസ്. സമൂഹം അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് 30 വയസ്സ്. അപ്പോൾ മാത്രമല്ല, യോഹന്നാൻ സ്നാപകനും
ആ സമയത്താണ് ഇറങ്ങി. അപ്പോൾ പഴയ നിയമത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കപ്പെടുമ്പോൾ അവർ 30 വയസ്സാകുമ്പോൾ ജനം അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം. സൻഗദ്രി സംഘത്തിലെ അംഗങ്ങൾക്ക് 30 വയസ്സ് വേണമെന്നായിരുന്നു. അങ്ങനെ 30 വയസ്സ് ഒരു ടൈം ഓഫ് അക്സെപ്റ്റൻസ്. അതുകൊണ്ടാണ് യെരമ്യാവ് പറഞ്ഞത് ഞാനൊരു അല്ലാതെ കൊച്ചു കുഞ്ഞായിട്ടല്ല. എങ്കിലും തന്നെ ബലഹീനതകൾ താൻ അവിടെ തുറന്നു പറഞ്ഞു. കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, നീ വേറെ ആരെങ്കിലും വിളി, മോശയൊക്കെ പറഞ്ഞതുപോലെ. കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, യെരമ്യാവേ, നീ ബാലനെന്ന് പറയരുത്. സ്തോത്രം. ഞാൻ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞു. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം. യെരമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് രാവിലെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾക്കറിയാമോ? യിരെമ്യാവ് പറയുന്നത്, എനിക്കിതിനുള്ള കഴിവില്ല കർത്താവേ, ഞാനൊരു ബാലനാണ്. എനിക്ക് ഈ ജനത്തിനിടയ്ക്ക് പോയി പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല. മാത്രമല്ല, മർക്കടമുഷ്ടിയുള്ള ഒരു സമൂഹമാണിത്. ഇവരെന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല. സ്തോത്രം. അവർ കാണുന്നവനെയൊക്കെ പിടിച്ചിട്ട് തല്ലുന്നവനാണ്. നമുക്കറിയാം, കുറച്ച് കഴിഞ്ഞപ്പോൾ യെരമ്യാവ് പ്രവചിക്കാൻ ചെന്നപ്പോൾ പശു പുരോഹിതൻ ചെന്ന് എന്ത് ചെയ്തു? കർണക്കുറ്റിക്ക് നല്ല താങ്ങ് കൊടുത്തു, എന്നിട്ട് പിടിച്ച് പൊട്ടക്കൻറ്റിലിട്ടു രാജാവ്. അപ്പോൾ ഈ ജനത്തെ എനിക്കറിയാം. ഇവരുടെ ഇടയിൽ പോയി പ്രസംഗിച്ച തല്ലല്ലാതെ വേറെ ഒന്നും കിട്ടുകയില്ലെന്നുള്ളത് എനിക്കറിയാം. ദൈവം പറഞ്ഞു, ഇതൊക്കെ ഉള്ളപ്പോഴും പ്ലാൻ തയ്യാറാക്കിയത് ഞാനാ. കാരണം ശ്രദ്ധിക്കണേ, ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായി എന്ന് അറിയുമ്പോൾ അമ്മ ആദ്യം അറിയും. അത് കഴിഞ്ഞ് അപ്പനോട് പറയും, നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇവരുടെ ജോലി എന്താണെന്നറിയാമോ? ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, ഈ കുഞ്ഞിന് വേണ്ടിയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ വാങ്ങിക്കണം, ഏതെല്ലാം തരത്തിലുള്ള ഫുഡാണ് കൊടുക്കേണ്ടത്, അവൻ്റെ വളർച്ചയിൽ എന്തെല്ലാം സംഭവിക്കും, അവിടെയൊക്കെ നമ്മളെന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് അവൻ്റെ വിദ്യാഭ്യാസം, അവന് കിട്ടുന്ന അവൻ്റെ ജോലി, അവൻ്റെ ഭാവി, അവൻ്റെ കല്യാണം, അവൻ്റെ കുടുംബജീവിതം, ഇങ്ങനെ ആ കുഞ്ഞിന് വളർന്നു വരുമ്പോൾ ഉള്ളതായിരിക്കുന്ന സകല പ്ലാനും തയ്യാറാക്കുന്നത് എപ്പോഴാണ്? ഒരു കുഞ്ഞുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആണ്. അല്ലേ? ഇവിടെ ഇരിക്കുന്നവരെല്ലാം മക്കളുള്ളവരാണ്. സ്തോത്രം. ഒരു കുഞ്ഞുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പ്ലാനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് രാവിലെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉണ്ടായി എന്ന് അവരറിയുന്നതിന് മുൻപേ, സ്തോത്രം, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉളവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഞാൻ നിനക്ക് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കരമുയർത്തി ഇന്ന് രാവിലെ കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഞാനും നിങ്ങളും നമ്മെയും നമ്മുടെ തലമുറകളെയും കുറിച്ച് പദ്ധതി തയ്യാറാക്കുന്നതിന് മുൻപ് ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്ന ദൈവപൈതങ്ങളോട്, ദൈവമക്കളോട് എനിക്ക് ദൈവാത്മാവിൽ ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പദ്ധതി തയ്യാറാക്കി കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് എന്ന് രാവിലെ കാലം ഓർത്തുകൊള്ളണം. സ്തോത്രം. ആമേൻ. ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ നമ്മുടെ പദ്ധതികൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. ഭയപ്പെടരുത്. എനിക്ക് നിങ്ങളെക്കാൾ, അതെ, നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ വലിയ വിചാരം ഉണ്ട് എന്ന് പറഞ്ഞവൻ ഇന്ന് രാവിലെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അത് ശുശ്രൂഷയെക്കുറിച്ചായാലും, അത് കുടുംബജീവിതത്തെക്കുറിച്ചായാലും, അത് തലമുറയെക്കുറിച്ചായാലും, അവരുടെ ഭാവിയെക്കുറിച്ചായാലും, ദൈവസഭയെക്കുറിച്ചായാലും, ഇന്ന് പകൽക്കാലം ഓർത്തിരിക്കേണ്ട കാര്യം, ആരംഭത്തിൽ തന്നെ അവസാനത്തെ കണ്ടവൻ അല്ല, അതിനു മുൻപേ കാര്യങ്ങളെ ക്രമീകരിച്ച ഒരു ദൈവമുണ്ട്. കർത്താവിന് മഹത്വം കൊടുക്കാം.
ഇന്ന് രാവിലെ കാലം എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക്, ഇന്ന് രാവിലെ കാലം എനിക്ക് വേണ്ടി ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക്, ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം എൻ്റെ തലമുറയെ പരിപാലിക്കുവാൻ അവർക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ആമേൻ. അവർ ദൈവസന്നിധിയിൽ സാക്ഷ്യം പ്രാപിച്ചു. അവർ ദൈവസന്നിധിയിൽ സാക്ഷ്യം പ്രാപിച്ചു. മോശയുടെ കാര്യം നാം വായിച്ചല്ലോ. ജനനത്തിങ്കൽ തന്നെ ശിശു സുന്ദരനെന്ന് അറിഞ്ഞു. നമുക്കറിയാം, വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് മോശ മിസ്രയീമിൽ ജനിച്ചത്. മിസ്രയീമിലെ രാജാവായ ഫറവോൻ ഒരു വലിയ കൽപ്പന പുറപ്പെടുവിച്ചു. ഇനി മുതൽ ഇസ്രായേലികളുടെ ഇടയിൽ ഉണ്ടാകുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളയണം എന്ന് പറഞ്ഞാൽ, ആൺ സന്താനങ്ങൾ വളർന്നു വന്നാൽ ഈ രാജ്യത്തിനത് കുഴപ്പമാണ്. സ്തോത്രം. അവർ നേരത്തെ തന്നെ ഫറവോൻ ഭയപ്പെട്ട ഒരു കാര്യം, ഇവർ വളർന്നു വന്നാൽ, ഇവർ വർദ്ധിച്ചാൽ രാജ്യം അപകടത്തിലാണ്, ഇവർ രാജ്യത്തെ പിടിച്ചെടുക്കും. ദൈവമക്കളെ, നിന്നെക്കുറിച്ച് ഭയപ്പെടുന്നത് മറ്റാരുമല്ല, പിശാചിന് നിന്നെക്കുറിച്ചൊരു ഭയമുണ്ട്. നീ നന്നായി വന്നാൽ ശത്രുവിൻ്റെ കോട്ടയ്ക്കത് തകർച്ചയാണെന്ന് പിശാചിനറിയാം. സ്തോത്രം. ദൈവവൈദങ്ങൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ അത് പിശാചിന് തകർച്ചയാണ്. ദൈവമക്കൾ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ അത് ദൈവരാജ്യത്തിന് മഹത്വമാകും. അത് പിശാചിനറിയാം. നിന്റെ നന്മയെ കെട്ടാൻ, നിന്റെ ഭൗതിക നന്മകളെ കെട്ടിക്കളയാൻ പിശാച് പലപ്പോഴും ശ്രമിക്കുമ്പോൾ ഇന്ന് രാവിലെ ഓർത്തുകൊള്ളണം, നിന്റെ നന്മയ്ക്കെതിരെ ഉയരുന്ന അന്ധകാര ശക്തികളെ ശാസിക്കുന്ന ദൈവകൃപ നിന്റെ ഭവനത്തിൽ വ്യാപരിക്കുവാനിടയായിത്തീരും. വഴികളെ അടയ്ക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ ഇന്ന് രാവിലെ ഓർക്കണം, വഴികളെ തുറക്കുന്ന ഒരു കർത്താവ് നമുക്കായിട്ടുണ്ട്. കർത്താവ് പറയുന്നത്, ദാവീദിൻ്റെ താക്കോല് കൈവശമുള്ളവനായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ മുമ്പാകെ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. കരമുയർത്തി ഇന്ന് രാവിലെ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനെങ്കിൽ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനായ ദാവീദിന്റെ താക്കോല് കൈവശമുള്ളവനായി ഇന്ന് പകൽക്കാലം ഈ ആരാധന നടുവിൽ ഉലാവുന്ന ദൈവത്തിന്റെ പുത്രൻ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വയ്ക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വയ്ക്കുകയാണ്. ഇന്ന് രാവിലെ ആ വാതിലിനെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്കിടയായി തീരട്ടെ. എനിക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രു എന്റെ വാതിൽ അടച്ചേക്കാം, അവരതിനു വേണ്ടി ശ്രമിച്ചേക്കാം, എൻ്റെ നന്മയ്ക്കെതിരെ അവൻ നിന്നേക്കാം, എന്നാൽ എൻ്റെ നന്മയുടെ വാതിൽ തുറന്നു തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് രാവിലെ കാലം ഓർക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിന്റെ തലമുറയ്ക്കെതിരെ ശത്രു വാതിലടച്ചേക്കാൻ ശ്രമിച്ചേക്കാം, അവരുടെ ഭാവിക്കെതിരെ ശത്രു അത് പോരാടിയേക്കാം. എന്നാൽ ഇന്ന് രാവിലെ കാലം ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ജനത്തിന്റെ മേൽ വാതിലുകളെ തുറക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. സ്തോത്രം. നിയമം കഠിനമാക്കി ഇനി മുതൽ ഉണ്ടാകുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നീല നദിയിൽ എറിഞ്ഞ് കൊല്ലണം. എന്നാൽ ഇസ്രായേലിയ സ്ത്രീകൾ തെറവുള്ളവരായതുകൊണ്ട് മിസ്രയീമിലെ സൂതികർമ്മികൾ വീട്ടിലേക്ക് വരുന്നതിന് മുൻപേ അവർ കാര്യം നടത്തിയിരിക്കും. സ്തോത്രം. ശത്രുവിൻ്റെ അതേ അടവുകളെ ദൂരവേ ഗ്രഹിക്കുന്നവരാണ് ദൈവമക്കൾ. സ്തോത്രം. അവർ വരുന്ന വഴി, വീട്ടിൽ നിന്ന് അവർ പുറപ്പെടുന്നതിന് മുൻപേ തന്നെ ഇവിടെ കാര്യം നടന്നിരിക്കും.
അതിനാണ് ഉപവാസവും പ്രാർത്ഥനയും ദൈവമക്കൾക്ക് വേണ്ടത്. ദൈവമക്കൾ പ്രാർത്ഥിച്ച് ഉപവസിച്ചും ശത്രുവിൻ്റെ അടവുകളെ മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുൻപേ, അവൻ്റെ ആയുധങ്ങൾ എടുക്കുന്നതിന് മുൻപേ ദൈവജനം ഇവിടെ പ്രാർത്ഥിച്ച് വിടുതലേറ്റെടുത്ത് കഴിഞ്ഞാൽ ശത്രുവിനെ നിന്നെ തൊടുവാൻ സമ്മതിക്കുകയില്ല. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അവരെ ഇവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. ഇരിക്കേണ്ട ഇരുന്ന് കർത്താവിനെ ആരാധിക്കുവാൻ അവന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നാൽ അവൻ അറിയാതെ തന്നെ നിനക്ക് വേണ്ടി നന്മ ഒരുക്കുന്ന ദൈവമാണ്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ മുഴുവൻ നിറയാൻ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥിക്കണം. സ്തോത്രം. ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട് ഇത് നിറച്ച ആത്മാക്കൾ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകേണ്ടതിന് എല്ലാ ദൈവമക്കളും ശത്രുവിൻ്റെ അടവുകളെ കണ്ട് പ്രാർത്ഥിച്ച് ദൈവസ്ഥാനത്ത് വിജയം ഏറ്റെടുക്കുവാൻ ഇടയായി തീരണം. ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിനെ നോക്കിയപ്പോൾ അവൻ സുന്ദരനെന്ന് കണ്ടു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് they found that he was a proper child. സുന്ദരൻ എന്ന വാക്കിനേക്കാൾ പ്രോപ്പർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അനുയോജ്യനായിരിക്കുന്ന ഒരു കുഞ്ഞ്. he is proper enough, he is capable enough, he is good for doing something. എന്തോ ചെയ്യാൻ, എന്തിനോ വേണ്ടി പ്രയോജനപ്പെടുത്താൻ കൊള്ളാകുന്ന ഒരു കുഞ്ഞാണെന്ന് മനസ്സിലായി. ദൈവമക്കളെ, ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം പ്രയോജനപ്രദമായിരിക്കും ദൈവം തരുന്നത്. വേസ്റ്റ് ഒന്നും നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം തരികയില്ല. വിശ്വസിക്കാമോ ഇന്ന് പകൽക്കാലം? ലോകം വേസ്റ്റ് എന്ന് എഴുതിയാലും, ലോകം പരാജയമെന്ന് എഴുതിയാലും പിന്നത്തേതിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയുക്തമായി തീരുന്നതായ, ഉപയോഗപ്പെടുന്നതായിരിക്കുന്ന തലമുറയെ ദൈവം നമുക്ക് നൽകും. ഈ കുഞ്ഞിനെ വളർത്താൻ എങ്ങനെയാണ് ഇവർക്ക് ഈ ദർശനം ഉണ്ടായത്? ദൈവം അവരുടെ ഉള്ളത്തിലൊരു ദർശനം കൊടുത്തു. ഈ കുഞ്ഞ് എന്തിനോ വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ പോവുകയാണ്. ആ ദർശനം അവരുടെ ഉള്ളത്തിൽ ഉണ്ടായപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചു. ഭാര്യയും ഭർത്താവും കൂടെ ഒരു ദിവസം വൈകുന്നേരത്ത് പറഞ്ഞു, നമുക്കേ ഈ കുഞ്ഞിനെ വളർത്താം. അയ്യോ, നീലനദിയിൽ എറിയണമെന്നാണ് ഫറവോൻ്റെ കൽപ്പന. ഫറവോൻ്റെ കൽപ്പന അവിടെ ഇരിക്കട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടവനാണിവൻ. കൽപ്പന എങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടവളെ വളർത്തിയെടുക്കുവാൻ ദൈവത്തിനൊരു പരിപാടിയുണ്ട്. ആ കുഞ്ഞിനെ അവർ വളർത്തിയെടുത്തു. കഷ്ടങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും കിട്ടിയ ദർശനത്തിനനുസരിച്ച് പിടിച്ചു നിൽക്കുന്നവനെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് കർത്താവിൻ്റെ വേല ചെയ്ത അനേക ദൈവഭക്തന്മാരുടെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഷ്ടങ്ങളുടെ നടുവിലും അവരെ പിടിച്ചു നിർത്തിയത് ദൈവർക്ക് നൽകിയ ദർശനമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റി, ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയാണ് സെറാംപൂർ യൂണിവേഴ്സിറ്റി. അതിൻ്റെ സ്ഥാപകനായ വില്യം കേറിയെക്കുറിച്ച് ധാരാളം ചരിത്രങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരനായിരുന്ന താനെ ഒരു കോബിളറായിരുന്നു, ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. താൻ അവിടെ ചെരുപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ മുമ്പിൽ ഒരു ഗ്ലോബ് ഉണ്ടായിരുന്നു. ആ ഗ്ലോബ് ഇങ്ങനെ തിരിച്ച് ഓരോ രാജ്യത്തിൻ്റെ മേലും തൻ്റെ വിരൽ വെച്ചിട്ട് പറയും, കർത്താവേ, ഈ രാജ്യത്തേക്ക് എന്നെ അയക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് തനിക്കൊരു ദർശനമുണ്ടായി. തൻ്റെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് കിട്ടിയതും തൻ്റെ ഭാര്യയും മകനുമായി താൻ കപ്പൽ കയറി. അതെ, ബംഗാളിലെ ഹൂഗ്ലി നദിയുടെ തീരത്ത് സെറാംപൂർ എന്ന ഗ്രാമത്തിൽ താൻ വന്നിറങ്ങി. അവിടെ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങി. അതിഭയങ്കരമായ പ്രതികൂലങ്ങൾ താൻ സഹിക്കേണ്ടി വന്നു. അവിടുത്തെ ഉന്നത ഹൈന്ദവരായ ആളുകൾ തന്നെ വല്ലാതെ ആക്ഷേപിച്ചു, ഉപദ്രവിച്ചു. വലിയ കഷ്ടങ്ങളിലൂടെ താൻ കടന്നുപോയി. സ്തോത്രം. വളരെ ഭാരത്തിലൂടെ താൻ കടന്നു പോവുകയാണ്. ആരും തന്നെ സഹായിക്കുവാനില്ല. അങ്ങനെ ദീർഘനാളുകൾ താൻ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അനേക ഭാഷകൾ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു.
വളരെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. സാമ്പത്തികമായി വലിയ പരാധീനതകളുണ്ടായി. ശാരീരികമായി താൻ വളരെ ക്ലേശിതനായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ മകൻ മരിച്ചു. ചെറുപ്പക്കാരനായ തൻ്റെ മകൻ മരിച്ചു. അടക്കുവാൻ ആരുമില്ല. തൻ്റെ മകൻ്റെ ശവശരീരം ചുമ്മിയെടുത്ത് താൻ തന്നെ ഒരു കുഴി കുത്തി പ്രാർത്ഥിച്ച് കുഞ്ഞിനെ അവിടെ അടക്കി. തൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ ഭ്രാന്തിയായി മാറി. ഈ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ സഹിക്കാൻ കഴിയാതെ ആ സഹോദരിയുടെ ബോധം നഷ്ടപ്പെട്ടു. താനൊരു ഭ്രാന്തിയായി മാറി. താൻ പലപ്പോഴും വീടിന് വെളിയിലിറങ്ങി തെരുവീതിലൂടെ അലറി ഓടുന്നത് താൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം തൻ്റെ ഭാര്യ വസ്ത്രമെല്ലാം അത് എടുത്തു കളഞ്ഞ് നഗ്നയായി തെരുവീതിലൂടെ അലറിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ ജനലിൽ തനിങ്ങനെ പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് നോക്കി താൻ വേദനയോടിങ്ങനെ പറഞ്ഞു, ഇതിനു വേണ്ടിയല്ലോ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദിസ് ഈസ് വാട്ട് ഐ വാസ് കോൾഡ് ഫോർ. ഇതിനു വേണ്ടിയല്ലയോ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഈ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളുടെ നടുവിൽ, ജീവിതത്തിൻ്റെ വേദനകളുടെ നടുവിൽ, ജീവിതത്തിൻ്റെ രോഗങ്ങളുടെ നടുവിൽ, ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ നടുവിൽ പരാജയപ്പെട്ടു പോകുകയല്ല ഒരു ദൈവ പൈതൽ. പറയാൻ കഴിയണം, ഇതിനു വേണ്ടിയല്ലയോ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇതിനു വേണ്ടിയല്ലയോ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു? ഞാൻ എന്തിനു വേണ്ടി ലോകത്തിലായിരിക്കുന്നു? ഞാൻ ദൈവത്തിന് ദാനമായി, ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ കരത്തിൽ ഞാൻ ഒതുങ്ങിയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നേരിടുന്നതെല്ലാം ദൈവഹിത പ്രകാരവും ദൈവത്തിൻ്റെ പദ്ധതിയിലുമെന്ന് ഞാൻ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ അതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ